ഗൈസ് വെൽക്കം ബാക്ക് ടു ഐ ബ്ലോഗ് വിത്ത് ക്രേസി വൈബ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഹൊറർ ഗെയിം പ്ലേ കളിക്കാൻ പോകുന്നത്. അത്ര ഹൊറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ദ ബേബി ഇൻ യെല്ലോ ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. സോ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടില്ല, ദ ബേബി ഇൻ യെല്ലോ സീനായിരിക്കും ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഇത് ബ്ലാക്ക് ക്യാറ്റാണ് കളിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടല്ല, ഇത് ബിഗിനിങ് അല്ല, ഇത് ബ്ലാക്ക് ക്യാറ്റാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചാനൽ ലൈക്ക് അടിക്കാത്തത് എല്ലാം സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊക്കെ. അപ്പം നമ്മൾ ഇന്ന് തൊട്ട് ഹൊറർ ഗെയിംസൊക്കെ കളിക്കാനായിട്ട് പോകും. സോ ബേബിനെല്ലോ പാർട്ടായിട്ടാണ് ഇടാനായിട്ട് പോകുന്നത്. ഒറ്റ വീഡിയോയ്ക്ക് കൊണ്ടുപോകുന്നില്ല. സോ നമ്മളിതാ ആദ്യം എത്തിയിട്ടുണ്ട്. ഞാനിപ്പം റെക്കോർഡാണ് ചെയ്യുന്നത്. ഗെയിമിൽ ഞാൻ സംസാരിക്കുമ്പോൾ അത് എന്തോ ഒരു ക്ലിച്ച് കൊണ്ടെല്ലാം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യണത്. സോ ഞാൻ ആദ്യം വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴണം. ഞാനാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ കളിക്കുന്നല്ലേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് പാർട്ട് കളിച്ചു. അപ്പോൾ സെക്കൻഡ് പാർട്ട് ബ്ലാക്ക് ക്യാറ്റ്, അത് ഞാൻ യൂട്യൂബ് ഇടാനായിട്ടാണ് പോകുന്നത്. സോ നമ്മൾ നേരെ ഒരു ഏണി വരി കയറിയിട്ടുണ്ട്. അപ്പോഴാണ് ഗായ്സ് നമ്മളെ ബ്ലാക്ക് ക്യാറ്റ് അവിടെ ഇരിക്കുന്നത്. ഗായ്സ് നോക്ക്, എന്നെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് അവിടെ പോയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അവൻ്റെ കൂടെ എത്തി ഗായ്സ്. പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം അവരെന്നെ ചെയ്തോളും. അവൻ കണ്ണാടി ചില്ലിൻ്റെ അകത്തൂടെ കയറിപ്പോയി. എന്നിട്ട് എന്തൊക്കെയാണ് ഗൈസ്, ഞാൻ ഇത് പെട്ടെന്ന് മിന്നലൊക്കെ വന്നപ്പോൾ ആ സമയം പേടിച്ചു. പക്ഷെ ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യണമെന്ന് അങ്ങനെ അറിയാനൊന്നും പറ്റില്ല. ബാക്കിലോട്ടാക്കി പോയിട്ട് നമ്മുടെ ബേബി ഇന്നല്ലോ അവിടെ ഇരിക്കണം ഗൈസ്. കൊച്ചു കള്ളൻ അവിടെ ഇരിക്കട്ടെ. നമ്മൾ നേരെ നമ്മൾ ആ കണ്ണാടിച്ചില്ലാണോന്ന് അറിയില്ല, അതിൻ്റെ അകത്ത് കയറി. നമ്മൾ പൂച്ചയെ നമുക്ക് ഫോളോ ദ ബ്ലാക്ക് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ അറ്റത്ത് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ അതിൻ്റെ കൂടെ പോയി. മറ്റേ തന്നെ ബ്ലാക്ക് ക്യാറ്റ് പോയി ഗൈസ്. നമ്മൾ ഒറ്റയ്ക്ക് പോയി ഗൈസ്, നമ്മൾ ചതിച്ച്. പിന്നെ പെട്ടെന്നൊരു ബ്ലാങ്കാണ് ഉണ്ടായത്. പിന്നെ ഇത് ബ്ലാക്ക് ക്യാറ്റിൻ്റെ അടുത്ത ലെവലോട്ടാണ് പോകാൻ പോയത്. സോ നമ്മളിത് എത്തിയിട്ടുണ്ട്. എന്തായാലും പഴഞ്ചൻ വീട്ടിലോട്ടാണ് എത്തിയത്. എന്തായാലും അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അവിടെ നമുക്കൊരു പുതിയ കൂട്ടുകാരനെ കിട്ടി. കൂട്ടുകാരനെ വഴിയെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ പേര്. ഓക്കെ, നമ്മൾ നേരെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഗൈസ് പാവം ഗൈസ്, നേരത്തെ അവ ഇരുന്ന ഇരിപ്പിൽ തന്നെ അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ കുറേ നേരം അവനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന്. പിന്നെ അടുത്ത് വന്നാൽ നമ്മൾ ദൂരെ പോയതാണ്. ഞാൻ കുറച്ച് ദൂരെയൊക്കെ പോയി അവൻ്റെ അടുത്ത് വന്നു. പിന്നെ നേരെ അടുത്തപ്പോൾ ലിഫ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ആദ്യം ചോദിച്ചിട്ട് നമുക്ക് ലിഫ്റ്റിൽ കയറി പോവാന്ന്. പക്ഷേ ലിഫ്റ്റ് വർക്കാണുള്ള സംഭവം ഇല്ല ഗൈസ്. പിന്നെ നമ്മളെ പൂച്ചതോ അതിൻ്റെ അടിയിലിരിപ്പുണ്ടായിരുന്നു. എന്താ പറയുക, ഈ ഷെൽഫിൻ്റെ ഓട്ടയിൽ കൂടെ അവിടെ അതിൻ്റെ അകത്തോടെ കയറി. അവൻ ഏത് വഴി വേണമെങ്കിലും കയറാം. നമ്മളെ വഴി കൂടെ തന്നെയല്ലോ പോണം. ഇതോ അവിടെ ഇരിപ്പുണ്ട്. ചെറുതായിട്ട് മൂക്കടപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ശബ്ദമൊക്കെ വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സഹിക്കണേ ഗസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ 3 ബുക്ക് മിസ്സിങ് പാർട്ടാണ്. പ്ലേസ് ദ മിസ്സിങ് ബുക്ക്. ഇതാ 3 ഉണ്ട്. ഇത് അറ്റത്ത് എഴുതി കാണിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയില്ല. അപ്പോൾ അറ്റത്ത് എഴുതി കാണിക്കുന്നത് വെച്ച് നമ്മൾ എല്ലാ ബുക്കും എടുത്തുകൊണ്ട് വന്നിട്ട് അതുണ്ട്, ഒരു കോഡുണ്ട് ഗൈസ്. നമ്മൾ മുകളിലത്തെ ബുക്കിൻ്റെ അളവനുസരിച്ച് താഴെ വയ്ക്കണം. അതായത് ഞാൻ അതേ കണക്കാണ് വച്ചിട്ടുള്ളത്. 4 കഴിഞ്ഞ് 5, 5 കഴിഞ്ഞ് 6, അങ്ങനെ ഒരു രീതി ആ രീതിൻ്റെ താഴെ തുടർച്ച അങ്ങനെയാണ് വച്ചിരിക്കുന്നത്. സോ 3-4-5 ബുക്ക് എടുത്ത് വച്ച് നോക്കി. അറ്റത്ത് 3-ൽ 1 കണ്ടുപിടിച്ച് വീണ്ടും നമ്മൾ 2ാമത്തെ ഇനി 3ാമത്തെ ബുക്കാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോഴാണ് ഈ അറ്റത്തിൽ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കണ്ടില്ല ആദ്യം. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ പോയി അതും ഇവിടെ ഫിറ്റ് ചെയ്ത് അങ്ങനെ 3 ബുക്കും സെറ്റാക്കി ഗൈസ്. അപ്പോഴത്തേക്കും അത് തുറന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു ഇടവഴി. ഞാനാണെങ്കിൽ ഞാൻ വെച്ചാൽ റെഡ് ബേബിന് അവിടെ വന്നിരിക്കണമെന്തോ എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി. അപ്പോഴാണ് മറ്റേ പ്രഷർ കുക്കർ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ തീ കായണമല്ല. പിന്നെ ഒരു കൊച്ചു ഗേറ്റും ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ലോക്ക് ഇടുന്നു. ഞാൻ അതുവഴിയൊക്കെ ഇതാക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല ഗൈസ്. എന്തായാലും നമ്മൾ അവിടെ പോയി തന്നെ. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ ആ ഒരു ഉണ്ടാ കോള് വാരിയിടണം. ഓക്കെ, അങ്ങനെ കോളൊക്കെ വാരി ഇടുമ്പോൾ ഇതാണെങ്കിൽ ഭൂമി കുലുങ്ങണക്ക് കുലുങ്ങണം ഗൈസ്. ഞാൻ വിചാരിച്ച് എല്ലാം കൂടെ ഇപ്പം തലമണ്ട ഒന്ന് വീഴും.
പിന്നെയാണ് മനസ്സിലായി അത് തിരിക്കണം ഗൈസ്, അത് തിരിക്കണം. ഞാൻ പിന്നെ തിരിക്കി നമ്മളാ ഡോറിൽ കൂടെ പ്രഷർ കയറ്റി ഡോറ് തുറന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡോറും തുറന്നാൽ പോരെ. ഓക്കെ, നമ്മളിതാ നേരെ ഞാണെങ്കിൽ ഒരു ദിവസത്തിന് ഒന്നും കൂടെ എടുത്തങ്ങ് ഇട്ട് ഗൈസ്. എന്തൊക്കെ കാണിക്കണം എന്തോ. ഓക്കെ, നേരെ ഇറങ്ങുകയാണ് ഗൈസ്. ഓക്കെ, ഇറങ്ങിയപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കണം, പിന്നെ അങ്ങും അടച്ചിട്ടിട്ടുണ്ട്, പിന്നെ 2 സ്ഥലത്ത് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു, 3ാമത്തെ സ്ഥലത്തായിരുന്നു തുറന്നിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ ഇടയിലൂടെ പോയി. ഇവൻ പതുക്കെയാണ്, പെട്ടെന്നാണ് ഗൈസ് പൂച്ച എവിടെ നിന്നൊക്കെ എടുത്ത് ചാടിക്കൊണ്ട് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ. പക്ഷെ ഞങ്ങൾ അത്ര പേടിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്ര ഈ ലെവലിൽ എനിക്ക് അത്ര പേടിപ്പെടുത്തിയില്ല, എന്തായാലും പേടിച്ചൊന്നുമില്ല. ഓക്കെ, നമ്മൾ നേരെ ഇവിടെ കയറിയപ്പോഴും ഇവിടെ എല്ലാം ഇടിഞ്ഞ് വീഴണ്. എന്തൊരവസ്ഥ. അങ്ങനെ നമ്മൾ മറ്റേ ഈ വഴി നമ്മൾ വന്ന വഴി എന്തായാലും സെറ്റായിട്ടുണ്ട്. അടഞ്ഞ് കല്ലൊക്കെ കൊണ്ട് അടഞ്ഞ്, പക്ഷെ അവിടെ അടഞ്ഞില്ല, ഇവിടെ അടഞ്ഞു. എന്തുവാണ് എന്തോ 2 കല്ല് ഇവിടെ വന്ന് വീണ്, അത് ക്ലോസായി. നമ്മൾ നേരെ ഞാൻ ഏണിയൊക്കെ കയറാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ഗെയിം നടക്കണ കാലത്തല്ലേ നമുക്ക് നടക്കാൻ പറ്റും. പിന്നെയാണ് ഈ ലോക്കിലൂടെ ഞാൻ ഇവിടെ കണ്ടു, ഞാൻ അത് അവിടെ പിടിച്ച് താത്തി. എന്തായാലും ഒരു അടിപൊളി ഗെയിം തന്നെ, പക്ഷെ എനിക്കിതിവിടെ അത്ര സ്കെയറി ആയിട്ട് തോന്നിയില്ല. പിന്നെന്തോ ഇങ്കും പിന്നെ ബാറ്ററി ഞാൻ ഇവിടെ നിന്ന് കണ്ടു. പിന്നെ എന്താ പറയുക, നമ്മളെ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ പോയില്ല, പിന്നെ അങ്ങോട്ടൊക്കെ പോകാൻ 2 ഡോർ ക്ലോസ്ഡും 3ാമത്തെ ഡോറ് ക്ലോസ്ഡ് അല്ലായിരുന്നു ഗൈസ്. അതൊരുമാതിരി മറ്റെന്താ പറയുക, ഈ ബേബിക്കൊരു തന്നെ എന്താ കാടും പടലൊക്കെ കയറി കിടക്കുന്നു. പിന്നെ ഒരു ഡെത്ത് പ്ലാനിനെ കണ്ട്, പൂച്ചാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരാളെ തള്ളിവിട്ട് ടാ. ഇതാണ് നമ്മൾ നായകൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ സഹായിക്കാനാണ് എന്തോ. അവനൊരു ഹാർട്ട് എന്തൊരു ബാറ്ററി ഇല്ല നമ്മൾ ആദ്യം കണ്ട, അത് വച്ചു കൊടുക്കണം. സോ ഇവൻ്റെ പേര് ഞാൻ മിട്ടു എന്ന് ഇട്ടിട്ടുണ്ട്. നമ്മളെ മിട്ടുച്ചക്കൻ നാളെ ഞാൻ വിളിക്കാൻ പോകണം. സോ അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമായി അതായത് നമ്മൾ ബാറ്ററി അവനെ കൊണ്ട് വച്ചു കൊടുക്കുകയാണ് ഗേസ്. ബാറ്ററി ഇട്ടപ്പോൾ ഉണ്ടല്ലോ ചെറുക്കാൻ അങ്ങോട്ട് എണീറ്റ് പക്ഷെ നടക്കാൻ പറ്റില്ല ഗേസ്, അവനൊരു കാല് വെച്ച് കൊടുക്കണം. സോ എണീറ്റ് പിന്നല്ല ഞാൻ പിന്നെ അവനെ തൂക്കിയെടുത്ത് ഗൈസ്, തൂക്കിയെടുത്ത് അവനെ നേരെ എന്താ ഇവിടെ കണ്ട ടേക്ക് റോബോട്ട് അപ്സ്റ്റേഴ്സ് ഫോർ റിപ്പയർ. അപ്പം നമ്മളിത് പടി കയറി മോളിൽ പോകണം. മോളിൽ പോയിട്ട് നമ്മളവനെ എന്താ റിപ്പയർ ചെയ്യണ സ്ഥലത്ത് വയ്ക്കണം. അപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ ഇവിടെ ഒരു സാധനം കണ്ടു, റോബോട്ടിനെയൊക്കെ ഇങ്ങനെ സെറ്റാക്കണം എൻ്റെ പേര്. സോ നേരെ അവനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു പസ്സിലോ അവൻ്റെ ചാർജ് ചെയ്യാനുള്ള ടേബിള് ചാർജ് ചെയ്യാനായിട്ട് എന്തോ വന്നു. അപ്പം ഞാൻ ആദ്യം വെച്ചപ്പോൾ തെറ്റിപ്പോയി, പിന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ വെച്ചപ്പോൾ ശരിയായി, വീണ്ടും ഒന്നും കൂടെ വെച്ചു. അങ്ങനെ നമ്മളവനെ ചാർജ് ചെയ്യണം ഗൈസ്. അങ്ങനെ 3 കട്ടയുണ്ട്. ഞാൻ 1ാമത്തെ അട്ട സെറ്റാക്കി, 2ാമത്തെ അട്ട സെറ്റാക്കണം കേട്ടോ. 3ാമത്തെ അട്ട എനിക്ക് അങ്ങനെ എന്തോ തോന്നി, ഡിഫിക്കൽട്ടായിട്ട് തോന്നി. എന്നാലും ഞാൻ ചെയ്തു, സെറ്റ് ചെയ്യുമായി. ഞാൻ കുറേ പേര് കളിക്കൂലേ ഗെയിമേഴ്സൊക്കെ, ബേബി കളിക്കുമല്ലോ, പാടെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ബ്ലാക്ക് ക്യാറ്റ് സീൻ നല്ല എളുപ്പമായി. ഞാൻ ഇപ്പോൾ കളിച്ചത് എളുപ്പമായി, അടുത്തതാണ് പാടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളത് ചിക്കൻ ടാറ്റയൊക്കെ തന്നിട്ടുണ്ട്. എടുക്കാൻ പറയണം ഗൈസ്. പാവം അവൻ എന്താ ഇങ്ക് ഇതാ ഇവിടെ ഫൈൻഡ് ഇങ്ക് ഫോർ നമ്മളെ റോബോട്ടിൻ്റെ പേരാണ്. എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് നമ്മളെ മിട്ടു എന്നിട്ടത്. ഓക്കെ, എന്നാണ് മുട്ടുചെറുക്കന് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് മുട്ടുചെറുക്കൻ. ഓക്കെ ഗസ്, അങ്ങനെ നമ്മൾ സെറ്റാക്കി നമ്മളെ ചെറുക്കനെ മുട്ടുചെറുക്കൻ എന്നാണ് മുട്ടുചെറുക്കനെന്ന് വിളിക്കുക, എന്താണ് വിളിക്കുക. നിങ്ങൾക്ക് വേറെ പേര് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാം, ഞാൻ അതേ കണക്ക് വിളിച്ചോളാം അവനെ. ഓക്കെ, നമ്മളെ മുട്ടുചെറുക്കൻ നമ്മൾ നേരെ തൂക്കിയെടുത്തിട്ട് അവനെ അറ്റാച്ച് ചെയ്യാൻ ന്യൂ ബൂസ്റ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് കേസ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോഴും ബേബി അടുത്തോട്ട് വരും ഗൈസ്. ഓക്കെ അങ്ങനെ നമ്മൾ ഞാൻ അതുകൊണ്ട് അവിടെ കുറേ നേരം നിന്ന്. അപ്പോഴാണ് ഗൈസ് ഇവിടെയാണ് നമ്മളതിനെ സെറ്റാക്കുള്ള. ഓക്കെ, നമ്മൾ ചെറുക്കനെ മുട്ടുചെറുക്കനെ അവിടെ തൂക്കിയിട്ട് ഗൈസ് അവനെനി കാലെന്തോ വച്ചു കൊടുക്കണമെന്നാണ് അടുത്ത പരിപാടി. ഇവിടെ ഓപ്പൺ ആയപ്പോൾ അത് അവിടെ കണ്ട മുട്ടുചെറുക്കനെ ഒരു കാലെന്തോ അവൻ പറക്കുന്ന എന്തോ ആണ് ഗൈസ്, അത് വച്ചു കൊടുക്കണം. ഇവിടെ തന്നെ അതുണ്ടായിരുന്നു, പിന്നെ നമ്മൾ നേരെ അത് എടുക്കാൻ പോവുകയാണ്. പിന്നെ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കിട്ടില്ല. അത് പാവയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കളിക്കുന്ന അവനെ പോലത്തെ മുഖമുള്ള ഏതോ ഒരു ചെറുക്കനെ ഒരു പാവക്കുട്ടിയെ കിട്ടി, അതൊന്നും ഞാൻ എടുത്തില്ല.
ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ മറ്റേ പിക്കൗട്ട് ഡോർ സ്റ്റോപ്പാ. ഡോർ നമ്മൾ സ്റ്റോപ്പ് വയ്ക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ നേരെ അവിടെ കൊണ്ടുവച്ചപ്പോൾ അത് സെറ്റായി. ഞാൻ ചുമ്മാ അത് കൊണ്ടങ്ങ് വച്ചതാണ്, പിന്നെ അതങ്ങ് സെറ്റായി. പിന്നെ ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് മഷ്റൂമൊക്കെ വളഞ്ഞ് കിടക്കണം ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് നേരെ എടുത്ത് അപ്പോഴാണ് മറ്റേ ബൂസ്റ്റർ കിട്ടിയത്. ബൂസ്റ്റർ അവനെ പറക്കാനുള്ള കഴിവ്, നമ്മളവനെ പറപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. പറപ്പിച്ചവനൊന്നും സെറ്റാക്കണം ഗൈസ്. അതവിടെ വെച്ചിട്ടുണ്ട്. ചെറുക്കൻ അവിടെ നിന്ന് തൂക്കിയെടുത്ത് ഇനി അപ്പുറം സ്ഥലത്തിൽ കൊണ്ട് വയ്ക്കണം. അപ്പം ചെറുക്കന് പറക്കും ഗൈസ്, ചെറുക്കന് സീനാവും. പിന്നെ എല്ലാം വിട്ട് ചെറുക്കൻ. ഓക്കെ, നമ്മളവനെ ഫിറ്റായി ഒരു ക്ലിക്ക് അടിച്ചു വിട്ടു കൊടുത്തു ഗൈസ്. ചെറുക്കൻ്റെ സന്തോഷം കണ്ട. ഈ ആമേരെ തവളയിലെ മുഖം കണക്കിരിക്കണം. അപ്പോൾ ഗൈസ് അവ എന്നെ ചതിച്ചിട്ട് അതുവഴി പോയി ഗൈസ്. ഞാൻ വെച്ച് പോയെന്നവൻ പിന്നെയാണ് മനസ്സിലായത്. പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഭയങ്കര കല്ലുമല്ല വീണ സൗണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇവ ഇവിടെ വന്നതാണെന്ന്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അപ്പം നിങ്ങളുണ്ടല്ലോ ബേബി ഒന്ന്. ഓക്കെ, പാർട്ട് 2 വരുന്നതായിരിക്കും, കമ്മിങ് സൂണായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ലിഫ്റ്റിൽ കയറി പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.